അതിരാവിലെ എണീച്ച് ഫ്രഷായിട്ട് ജിമ്മിലേക്ക് പോയി. ഇത്രയും നല്ലൊരു ജിമ്മ് തന്നിട്ട് നമ്മളത് യൂസ് ചെയ്തിരിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഇത്രയും വലിയൊരു ഹോട്ടലിൽ ജിമ്മിലൊന്നും ആരും യൂസ് ചെയ്യാറില്ല. കാരണം എല്ലാവരും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതല്ല. നമ്മുടെ ആരോഗ്യമാണല്ലോ നമ്മുടെ സമ്പത്ത്. അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയണ്ട. അപ്പോൾ തുടങ്ങിക്കളയാം. രണ്ട് കിലോമീറ്റർ ഓടി, സൈക്ലിങ് കഴിഞ്ഞു, പിന്നെ ഒരു ജനറൽ എക്സസൈസ്, പിന്നെ വെയ്റ്റ് ലിഫ്റ്റിങ്, ജസ്റ്റ് മസിൽസ് എല്ലാം ഒന്ന് ഹീറ്റപ്പ് ആവാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫിസിക്കൽ കണ്ടീഷനും എപ്പോഴും ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. നമുക്ക് നമ്മുടേതായ ലെവലിൽ എപ്പോഴും ചെറിയൊരു എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാം. സൂപ്പറായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. നമുക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ നോക്കിയിട്ട് വരാം. ബൊഫേ ആയിരിക്കും ഇവിടെ കേട്ടോ, കോംപ്ലിമെൻ്ററി അല്ലേ. ആഹാ, ബൊഫേ ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം ഏജന്റ് വന്നിട്ട് നമ്മൾ കോൾ ചെയ്യും. റൂം വെക്കേറ്റ് ചെയ്തിട്ട് നേരെ നാട്ടിലോട്ട് ഏജന്റ് വന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നേരെ വണ്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെ പോയാലും ഒരു മലയാളിനെ കിട്ടുന്ന പറയുന്നത് ശരി തന്നെ. നാട്ടില് കാസർഗോഡ്. ഇത് നമ്മുടെ സാമേട്ടൻ ഇവിടെ ജിബോത്തിയിൽ വന്നിട്ട് നമുക്ക് ഒരു മലയാളിനെ കിട്ടിയ ആദ്യമായിട്ട്. നമ്മളിപ്പം ജിബോത്തിയിലെ അംബോലി എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ടിലാണ് ഉള്ളത്. പിന്നെ ഇവിടുന്ന് ആദിസ് അബാബയിലേക്ക് ഫ്ലൈറ്റ്. ജിബൂത്തിൽ നിന്ന് നേരെ പോകുന്നത് ആദിസ് അബാബ, എത്യോപ്യയുടെ ക്യാപിറ്റലായിട്ടുള്ള ആദിസ് അബാബയിലേക്കാണ് ആദ്യത്തെ ഫ്ലൈറ്റ്. അവിടെ നിന്നും ചെന്നൈയിലോട്ടൊരു ഫ്ലൈറ്റ്, ചെന്നൈയിൽ നിന്നും മാംഗ്ലൂരിലോട്ടൊരു ഫ്ലൈറ്റ്. അങ്ങനെയാണ് ഫ്ലൈറ്റിൻ്റെ ഒരു രീതി. 19-ാം തീയതി കയറുന്ന ഫ്ലൈറ്റ് ലാസ്റ്റ് ഇന്ത്യയിലെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്ന 21-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ചെന്നൈയിൽ ലഗേജ് കളക്ട് ചെയ്തു. ഇനി നേരെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്, മാംഗ്ലൂർ ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി പോകണം. നമ്മൾ ചെന്നൈ എയർപോർട്ടിനൊക്കെ സ്ഥിതി ചെയ്ത് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ഡൊമസ്റ്റിലേക്ക് നടക്കണം. നേരെ മാംഗ്ലൂരിലോട്ട് ഫൈനലി മംഗലാപുരം എയർപോർട്ടിലേക്ക് എത്തി 2 ദിവസത്തിന് ശേഷം. ഷിപ്പിങ്ങിൽ 10-23 വർഷമായത് കാരണം ഒരു മടുപ്പ് വന്നു. ഇനി ഈ വെക്കേഷന് ശേഷം ഒരു ഷോർ ജോബ് ട്രൈ ചെയ്താൽ കൊള്ളുന്നുണ്ട്. അപ്പോൾ ഇനി 2 മാസം ഇവിടെ വെക്കേഷൻ ആഘോഷിച്ച ശേഷം അതിനിടയ്ക്ക് തന്നെ നമ്മൾ ഷോർ ജോബ് കൂടി ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടുതൽ നല്ല നല്ല വിശേഷങ്ങളുമായി വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും സൈനിങ് ഓഫ്.